ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്നെൻ്റെ റോസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന എൻ്റെ ബട്ടൺസ് റോസാണ്. അപ്പം എൻ്റെ ഒട്ടുമിക്ക എൻ്റെ അടുത്തൊരു ഒരു 7-8 വെറൈറ്റി റോസ് എൻ്റെ അടുത്തുണ്ട്. പക്ഷെ കുറേ കാലമായിട്ട് അതിൽ കഴിഞ്ഞ വേനൽക്കാലത്ത് എന്തൊക്കെ വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും എങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിൽ പൂക്കൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാനം പ്രൂണിങ് ഒക്കെ ചെയ്തു കൊടുത്തു, പക്ഷേ പൂക്കൾ ഉണ്ടാവുന്നില്ല. അവസാനം ഞാൻ എന്ത് ചെയ്തത്, ഒരു ഹാർഡ് പ്രൂണിങ് ചെയ്തു കൊടുത്തു. ഹാർഡ് പ്രൂണിങ് ചെയ്തു കൊടുത്ത സമയത്ത് അടിയിൽ നിന്നും പുതിയ മുളകൾ വന്ന് പുതിയ ബ്രാഞ്ചസ് വന്ന് അതിൽ നിറയെ പൂവിടാനും തുടങ്ങി. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഹാർഡ് പ്രൂണിങ് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ പ്രൂണിങ് ചെയ്ത് നമ്മൾ പൂ കൊഴിഞ്ഞു വന്ന സമയത്ത് നമ്മൾ അവിടെ കട്ട് ചെയ്ത് കൊടുക്കും. അത് പ്രൂണിങ് ആണ്. അപ്പോൾ അതിനെക്കാട്ടിയും നിങ്ങൾ ഒരുപാട് നാളായിട്ട് പൂക്കളൊന്നും ഉണ്ടാവാത്ത റോസാണെങ്കിൽ ഒരു ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. കുറച്ച് അടിയിൽ നിന്ന് തന്നെ തണ്ട് മുറിച്ച് മാറ്റി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്ന് ചെടിയൊന്ന് ഉഷാറായി വരും കേട്ടോ. ഇപ്പം എൻ്റെ ബട്ടൺസ് റോസിൽ ഈ റോസിലാണെങ്കിൽ ഒരുപാട് പൂക്കളും മുട്ടകളൊക്കെ ഉണ്ട് കണ്ടോ. ഇതുപോലെ അടിയിൽ നിന്ന് പുതിയ മുളകളൊക്കെ വരുന്നുണ്ട്. അപ്പം വളരെ ഹെൽത്തി ആയിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം അല്ലെങ്കിൽ നമ്മൾ എന്ത് വളം ഇട്ട് കൊടുത്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും വെള്ളം ഒഴിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ചെടിക്കൊരു ഉഷാറാവുന്നില്ല, ചെടിയിൽ പൂക്കൾ ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതി ഉള്ളവർക്കായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ മഴേൻ്റെ സമയത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ചെരിച്ച് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ തണ്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി ചെടി ചീഞ്ഞു പോകാനുള്ള ചാൻസും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.